2025 തെക്കു പടിഞ്ഞാറ് ഭാഗം, അതായത് ഏതൊരു വീടിൻ്റെയും കന്നിമൂല. ഇപ്പം നമുക്ക് കന്നിമൂലയെ പറ്റിയൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോഴ്സും കൺസൾട്ടിങ് ഒക്കെ ഒരുപാട് വരുന്നതാണ്. കാരണം കന്നിമൂല എല്ലാവർക്കും ഒരു വളരെ പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കന്നിമൂല പേടിക്കാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം കന്നിമൂലയിൽ നിന്ന് വരുന്ന ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നിമിഷം നമുക്ക് ബുദ്ധിമുട്ടുകൾ വാസ്തുപ്രകാരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതെന്ന് പറയുമ്പോൾ ഈ സൗത്ത് വെസ്റ്റിൽ ഇരിക്കുന്ന ഇതെന്ന് പറയുന്നത് രാഹുവാണ്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവിടെ വന്നാൽ നമുക്കുണ്ടാവും. ഇതിൽ ഓരോ ദിക്കിലും ഈ 9 ഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ വേറൊരു കണക്കുണ്ട്. അത് ഫെങ്ഷുയിൽ വരുന്നതല്ല, അത് നമ്മുടെ ജ്യോതിഷവും വാസ്തുവായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ രാഹു അങ്ങനെ ഓരോ ദിക്കുകളും സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ശുക്രൻ ഇരിക്കുന്നു, അങ്ങനെ ഓരോ ദിക്കിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലാണെങ്കിൽ വ്യാഴം, അങ്ങനെ ഓരോ ദിക്കിനും ഓരോ ഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഫെങ്ഷു ആണ്. ഫെങ്ഷുവിൽ ഇവിടെ വരുന്ന ഗ്രഹം എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഏതിലാണ്? തെക്ക് പടിഞ്ഞാറ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. ഫെങ്ഷുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 8 ആണ്.